വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഹോം ഡെക്കേഴ്സ് കണ്ടിട്ടില്ല. ഇതേപോലെ ഡ്രൈ ചെയ്ത ഫ്ലവേഴ്സിന് പകരം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ആർട്ട് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ചെറിയൊരു ഹോം ഡെക്കോറാണ്. ഡ്രൈ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഹോം ഡെക്കോർ കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഹോം ഡെക്കോറാണ് ചെയ്യണത്. പക്ഷേ ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് തന്നെയാണ് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റും പറയണത്. പക്ഷേ സൗണ്ട് കുറച്ച് കുറവായതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല എന്ന് കരുതിയാണ്ട് വീണ്ടും പറഞ്ഞതാണ്. കൂടുതലും നമ്മൾ ഇംഗ്ലീഷുകാരെ വീഡിയോയിലൊക്കെ കാണുന്ന ഈ ഡ്രൈ ഫ്ലവർ വെച്ചിട്ടുള്ള പല ആർട്സും നമുക്ക് ചെയ്യാൻ കഴിയലില്ല. കാരണം നമുക്കത്ര ലുക്കുള്ള ഫ്ലവേഴ്സൊന്നും കിട്ടാനില്ല. നമുക്കാകെ ഉള്ളത് റോസ് പൂവ്, മല്ലിക, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഈ പർപ്പിൾ കളറ് പൂക്കളൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ടിഷ്യൂ പേപ്പർ കളറിൽ മുക്കിക്കാണ്ട് ഇങ്ങനെ ഉണക്കിയെടുത്ത് ചെയ്യാമെന്ന് കരുതിയത്. ഞാനിതുവരെ ഇങ്ങനെ ചെയ്യണ ഒറ്റ വീഡിയോസും കണ്ടിട്ടില്ല. ഇത് ഞാനായിട്ട് തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചൊരു സംഭവമാണ് കേട്ടോ. വല്ലാതെ വോയിസ് ഓവർ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വോയിസ് ഓവറൊന്നും ഞാൻ ചെയ്യണില്ല. ഞാൻ ചെയ്യണ പല കാര്യങ്ങളും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് പല പല കളറിൽ മുക്കി ഇതേപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കണം. അതായത് എന്തെങ്കിലും ലീഫിൻ്റെ പോലെയോ അതേപോലെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. ലീഫൊക്കെ ഞാൻ വെട്ടിയെടുത്തിക്കണമെങ്കിലും കുറേ ഒന്നും ലീവ്സൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. കൂടുതലും നമ്മൾ വേസ്റ്റാക്കി കളയണ പല സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യണത്. അങ്ങനെ വെട്ടിയെടുക്കലൊക്കെ കഴിഞ്ഞാണ്. ഇനിയും കുറേ പരിപാടികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ടേബിളിലുള്ള കുറേ സംഭവങ്ങളൊക്കെ മാറ്റി വെക്കാമെന്ന് കരുതി. കുറച്ച് സ്ഥലം ഉണ്ടായിക്കോട്ടെ. ഇതാണ് കേട്ടോ ഞാൻ വെട്ടിയെടുത്ത സാധനങ്ങൾ. ഇതിൽ കുറച്ച് പൂമ്പാറ്റൻ്റെ ചിറക് പോലൊക്കെ ഞാൻ വെട്ടിയെടുത്തേക്കണേ. നമുക്ക് വെട്ടിയെടുക്കുമ്പോൾ എന്തും വെട്ടിയെടുക്കാമല്ലോ. ഫ്ലവേഴ്സ് തന്നെ ആക്കണം എന്നില്ലല്ലോ എന്ന് കരുതിക്കാണ്ട് ഞാൻ അങ്ങനെ ചില മോഡൽ തുമ്പിൻ്റെ ചിറക് അങ്ങനെയൊക്കെ ആക്കിക്കാണ്ടൊക്കെ വെട്ടിയെടുത്തേക്കണം. ഇത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് വെട്ടിയെടുത്തേക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഷീറ്റ് വേണം. അത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ആയാലും മതി. വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ഷീറ്റുകൾ യൂസ് ചെയ്യാം. പിന്നെ ഗ്ലാസ് പേപ്പർ വാങ്ങിക്കാണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനിതിൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ അതന്നെ യൂസ് ചെയ്യാമെന്ന് കരുതി. ഇനി ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പരിപാടി മുഴുവൻ. ഇനി ഈ ഗ്ലാസ് ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള പോലെ വെട്ടിയെടുക്കണം. ഞാൻ റൗണ്ടിലാണ് കേട്ടോ വെട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് റൗണ്ട് ഷേപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ മൂടി കൊണ്ടുവന്നുകൊണ്ട് അത് വട്ടം വരച്ച് അതായിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാൻ വീഡിയോ ലെങ്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തിരിക്കണത്. അതുകൊണ്ട് തന്നെ കുറേ ടൈം ഉണ്ടാവും ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കണ്ട് കാണാം കേട്ടോ. ഇനി ഈ വട്ടങ്ങളൊക്കെ വരച്ചത് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നല്ല കറക്റ്റിന് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ലുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യണം. ഏകദേശം ഞാൻ 2 എണ്ണമൊക്കെ കട്ട് ചെയ്യാം. ഞാൻ 6 എണ്ണമാണ് ഉണ്ടാക്കാൻ വിചാരിക്കണത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു 3 എണ്ണത്തിൽ ചെയ്ത് നോക്കണം. കാരണം ആയില്ലെങ്കിലോ അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് 3 എണ്ണം മാത്രമേ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വരച്ചതല്ല ഉണ്ടാക്കി വെച്ചിരുന്ന ആ പെറ്റൽസൊക്കെ ഒന്ന് റെഡിയാക്കിക്കാണ്ട് വെച്ച് നോക്കിക്കാണ്ട് അതിൻ്റെ ശേഷമായിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് വരച്ചു കൊടുക്കണത്. കമ്പായിട്ടും പൂവിൻ്റെ നടുഭാഗത്തുള്ള ആ കുത്തായിട്ടും ഒക്കെ ഞാൻ പിന്നെ വരച്ച് നോക്കിയതാണ്. അങ്ങനെ വരച്ചതിന് ശേഷം നല്ല രീതിയിൽ വെക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മാത്രം പശ തേക്കാമെന്ന് കരുതി. പിന്നെ ടിഷ്യൂ എപ്പോഴും 2-3 ലെയറായിട്ടല്ലേ ഉണ്ടാവുക. ആ ലെയറൊക്കെ നമുക്ക് എടുത്തതിൻ്റെ ശേഷം ഓരോരോ പെറ്റൽസ് ആക്കിക്കാണ്ട് ഒട്ടിച്ചു കൊടുക്കണതാണ് നല്ലത്. അതാകുമ്പോൾ ഒരു റിയലായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ അധികം ഒരു കട്ടി കൂടുതലായിരിക്കും.
അപ്പം അങ്ങനെ ആവണേനെക്കാട്ടി നല്ലത് അതിങ്ങനെ ആ ലെയേഴ്സൊക്കെ ഇങ്ങനെ മാറ്റി 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 ഓരോ ലെയേഴ്സ് വെക്കണതാണ്. പിന്നെ പശ തേച്ച് കണ്ട് ഇതേപോലെ ചെയ്യാം. ഒരു നല്ല ബ്രഷ് എടുത്ത് കണ്ട് നല്ലോണം പശ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ പശ തേക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ നമ്മൾ വരച്ച ആ ബ്ലാക്ക് കളറില്ലേ അത് ഇളകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ച് കാണ്ട് പശ തേക്കണതാവും നല്ലത്. അങ്ങനെ നമ്മൾ വരച്ചതിനൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ വീണ്ടും പശ തേച്ച് കൊടുക്കണം. എന്നെങ്കിലും അത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് പോവാൻ നല്ല ചാൻസ് ഉണ്ട്. ഗ്ലാസ് പേപ്പറല്ലേ, അപ്പോൾ നല്ല ഒട്ടാതെ നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പൂമ്പാറ്റൻ്റെ ഒരു ചിറകാട്ട വെച്ച് കൊടുക്കുന്നത്. ഒരു പൂമ്പാറ്റൻ്റെ പോലത്തെ ഒരു ചെറിയൊരു വര വരച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇനി അതിൻ്റെ മുകളിലും ഇനി പശ തേച്ചുകൊണ്ട് നല്ലോണം സ്റ്റിക്ക് ആയി നിൽക്കണം. അങ്ങനെ ആക്കിയെടുക്കുക. ഈ പൂമ്പാറ്റൻ്റെ ടിഷ്യൂ നല്ലോണം കട്ടിയുള്ള ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ലെയർ അല്ലാതെ അങ്ങനെ കിട്ടണില്ലായിരുന്നു. അതുകൊണ്ട് നല്ല കട്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് നല്ലോണം പശ തേച്ച് കണ്ട് ഒട്ടിച്ച് കൊടുത്ത് ഞെങ്ങാനും പോന്നാലോ എന്ന് എഴുതി കണ്ട് നല്ലോണം ഒട്ടിച്ച് ശരിയാക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവണില്ലെങ്കിലും ശരിക്കും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഇതിൽ ക്ലിയറിൽ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പശ തേച്ചത് കൊണ്ട് ഈ വെള്ള കളറല്ലേ, അപ്പം നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാതെയാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് പശ ഉണങ്ങിക്കാണ്ട് നമ്മളെ ഗ്ലാസിൻ്റെ പോലെ തന്നെ ആവും. ഇതാണ് കേട്ടോ ഞാൻ ഫുള്ളും അതേപോലെ പല മോഡിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തതാണ്. ഇനി ഓട്ട ഇടണം ഇതിനൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം വെച്ച് കണ്ടാണ് ആദ്യം ഓട്ട ഇടാൻ നോക്കിയത്. പക്ഷെ അത് റെഡി ആവണില്ല. അങ്ങനെ ആയിക്കണ്ട് ഗ്ലാസ് പേപ്പർ പൊട്ടിച്ച് കിട്ടണില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു സൂചി വെച്ച് കണ്ട് തന്നെ കുത്തി കണ്ടാട്ടാ ഓട്ടാക്കിയത്. പിന്നെ അതേപോലെ ഈ സംഭവം അതാ ഈ വീഡിയോൻ്റെ ബാക്കിൽ കാണുന്ന ആ കമ്പി പോലത്തെ ആ കണ്ണികൾ ഇങ്ങനെ ഇട്ട് കണ്ടാണ് കേട്ടോ അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ സംഭവം ഞാൻ ഒരു പഴയ ബാഗിൻ്റെത് ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു നിൽക്കാനൊന്നും ഒരു ഇതില്ലായിരുന്നു. അതേപോലെ ഒരു നേർക്ക് നിൽക്കണില്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുറേ കഷ്ടപ്പെട്ടാണ് ഞാനിത് ശരിയാക്കി എടുത്തത്. പിന്നെ അതേപോലെ തന്നെ എല്ലാതും ഇങ്ങനെ ചെയ്യാണ്. ഇത് പിന്നെ ഫുള്ള് കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ഡിസൈൻസാണ് ചെയ്തിരിക്കണത് എന്നുള്ളത് മര്യാദക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ അതിങ്ങനെ ചെയ്യണത്. പിന്നെ ഒട്ടിക്കണ വീഡിയോ ഏതായാലും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തുമ്പി. ഞാൻ തുമ്പിൻ്റെ ചിറക് പോലെ വെട്ടിയെടുത്തതായിരുന്നു. അതേപോലെ തന്നെ പൂക്കൾ, പിന്നെ ഒരു ഓറഞ്ച് പൂവ്, പിന്നെ ഒരു മഞ്ഞ വലിയ ഇതാക്കി എടുത്തുകൊണ്ട് ആ വട്ടം ഫുള്ള് അതന്നെയായിരുന്നു, ആ മഞ്ഞ പൂവായിരുന്നു. ഇനി ഇതൊക്കെ സെറ്റാക്കി എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഒരു ബ്ലാക്ക് ചരടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ചരടാണ് എടുത്തത്. ഈ ചരടാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് കിട്ടണമൊന്നുമില്ലായിരുന്നു. കുറേ ടൈം എടുത്ത് കണ്ടിട്ട് ഞാനത് പൊട്ടിച്ചെടുത്തത്. അതിൽ നല്ലോണം ഒട്ടി പിടിച്ചിരുന്നു ആ ചരടൊന്ന്. പിന്നെ അത് ഒരു കണക്കിന് നമ്മൾ കത്രികയിൽ വെട്ടിയെടുക്കാൻ നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കെട്ടാനുള്ള പാകത്തിന് വെട്ടിയെടുത്താൽ മതി. അത് കെട്ടാൻ പറ്റുമോ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ സൂചിയിൽ കയറ്റിയാണ്ട് ഇതിൻ്റെ ഓട്ടൻ്റെ ഉള്ളിലൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഈ സൂചിയിൽ കയറ്റേണ്ടി വരും. അല്ലാഞ്ഞാൽ ശരിയായിട്ട് കിട്ടൂല കേട്ടോ. പുറത്തേക്ക് കിട്ടാൻ നല്ല പണിയായിരിക്കും. ഇതിൻ്റെ ഓട്ട നല്ല വലിപ്പമില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി വലിയ സംഭവമായിട്ടൊന്നും പരിപാടികളൊന്നുമില്ല. ഇത് കെട്ടിൻ്റെ ശേഷം എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇനി ഫൈനൽ ലുക്കൊക്കെ കാണിച്ചു തരാം. ഇത് തൂക്കണതും ഒക്കെ കാണിച്ചു തരാം. ഞാനൊരു ഗ്ലാസ്സിൽ തൂക്കിക്കാണ്ടാണ് ആദ്യം വീഡിയോ എടുത്തത്. നല്ലോണം കാണുമെന്ന് കരുതി, പക്ഷേ അങ്ങനെ ആക്കുമ്പോൾ വല്ലാതൊരു ക്ലിയറായിട്ട് കാണുന്നില്ല. എന്താ ഉദ്ദേശിച്ചതൊന്നും മനസ്സിലാവാത്ത പോലെ. അപ്പോൾ ഞാനൊരു വൈറ്റ് ദിമ്മിൽ അതാകുമ്പോൾ നേലൊക്കെ കാണുമ്പോൾ വേറൊരു ലുക്ക് കിട്ടുമെന്ന് എത്തിക്കണ്ട് നേലാക്കി കണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.